ഓൺലൈൻ തട്ടിപ്പ് പരാതിയിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. കെ സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുമായ കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായത്. രാഗേഷ് പ്രസിഡന്റായ ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് വഴി തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 1 കോടിയിലേറെ രൂപ തട്ടിയതാണ് പരാതി. തമിഴ്നാട് സ്വദേശിയാണ് പരാതി നൽകിയത്. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം വരുന്നത്. എന്താണ് ഈ തട്ടിപ്പിന്റെ പശ്ചാത്തലം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ബാങ്കിൽ ഈ കല്ലിക്കോടൻ രാഗേഷ് പ്രസിഡന്റായിട്ടുള്ള ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് വഴി 2.22 കോടി രൂപ എത്തി എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തുടർച്ചയായി ഈ ബാങ്ക് വഴി പണം എത്തി എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ തമിഴ്നാട് സ്വദേശിയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം ഈ ബാങ്കിൽ എത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ തമിഴ്നാട് പോലീസ് സംഘം ഇവിടെ കണ്ണൂരിലെത്തിക്കുകയും അങ്ങനെ കേരള പോലീസിന്റെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലിന്റെ ഒടുവിലാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന്റെ ഈ ബാങ്കിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജിതേഷിന്റെ അറസ്റ്റും കൂടി ഇതിന്റെ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമാണ് ഈ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കല്ലിക്കോടൻ രാഗേഷ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലുള്ള സമാനമായി, അതായത് ഈ മണൽ കടത്തുമായി ബന്ധപ്പെട്ട് ഈ പണം തട്ടി എന്നുള്ള കേസിൽ ഈ വളപട്ടണം സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് കല്ലിക്കോടൻ രാഗേഷിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ടൗൺ വളപട്ടണം SI ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അന്ന് കെ സുധാകരൻ സ്റ്റേഷനിലെത്തി ഇദ്ദേഹത്തെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും കൂടി, ആ സംഭവം കൂടി ഉണ്ടായിരുന്നു. അന്നും ഈ കല്ലിക്കോടൻ രാഗേഷ് വിവാദ നായകനായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി DCC ജനറൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അല്പസമയത്തിനകം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. സജിത്ത്, ഒരു അനുയായി ആണ് ഇപ്പോൾ പിടിയിലാവുന്നത്. തമിഴ്നാട് സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് നടക്കുന്നത്. 1 കോടിയിലേറെ രൂപ തട്ടിച്ചു എന്നാണ് ഇയാൾക്കെതിരായ പരാതി ഉണ്ടായിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പ് പരാതിയിലാണ് നേതാവ് അറസ്റ്റിലായിരിക്കുന്നത്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കൂടിയായ കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായിരിക്കുന്നത്. രാഗേഷ് പ്രസിഡന്റായ ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് വഴി തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. തമിഴ്നാട് സ്വദേശിയാണ് പരാതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.